പുൽപ്പള്ളി അമരക്കുനിയിലിറങ്ങിയ കടുവ ഒടുവിൽ കൂട്ടിലായി. തൂപ്രയ്ക്ക് സമീപം വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയോടെയാണ് കടുവ അകപ്പെട്ടത്. അവശ നിലയിലായ കടുവയെ ചികിത്സയ്ക്കായി ബത്തേരി കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. മയക്കുവെടിവെച്ച് പിടിക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നതിനിടയിലാണ് കടുവ കൂട്ടിലകപ്പെട്ടത്. 8 വയസ്സുള്ള പെൺകടുവയാണ് പിടികൂടിയത്. കടുവയെ നിരീക്ഷണത്തിന് ശേഷം കുപ്പാടിയിലെ വന്യമൃഗ അഭയ കേന്ദ്രത്തിലേക്ക് രാത്രി തന്നെ മാറ്റി. കടുവയെ കണ്ടെത്തുന്നതിന് ഇന്നലെ രാവിലെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വനം വകുപ്പ് നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല. എന്നാൽ രാത്രി 7:30 കടുവ ദേവർഗത തൂപ്ര റോഡ് മുറിച്ചു കടക്കുന്നത് കാർ യാത്രികന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് കടുവ കൂട്ടിൽ കയറിയത്. 10 ദിവസമായി തങ്ങളെ ചുറ്റിച്ച കടുവയെ പിടികൂടിയ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. കടുവ 10 ദിവസമായിട്ടും കൂട്ടിൽ കയറുന്നില്ല, അതുപോലെ തന്നെ മയക്കുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നുള്ളതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്കയിൽ തന്നെയായിരുന്നു. എന്നാൽ ഡോക്ടറുടെ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ DFIയുടെയും എല്ലാം നിർദ്ദേശത്തിൽ നമ്മൾ കൂടുകളിൽ ഒരു മാറ്റം വരുത്തി ഇന്നലെ രാത്രിയോടെ കടുവ 11:30 കൂട്ടിൽ കയറുകയായിരുന്നു. ഒരു വലിയ ആശ്വാസമാണ്. 10 ദിവസത്തിനിടെ 5 ആടുകളെയാണ് കടുവ കൊന്നത്. കടുവയുടെ കാലുകളിൽ പരുക്കുണ്ട്. ചികിത്സയ്ക്കു ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനാണ് സാധ്യത. ജനം, വയനാട്.